അബീഗ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. സ്വന്തമായി എഴുതിയ പുസ്തകത്തിൻ്റെ തലക്കെട്ടിൽ ബൈബിൾ എന്ന വാക്ക്. നടി കരീനയ്ക്ക് കോടതി നോട്ടീസ്. തൻ്റെ ഗർഭകാല ഓർമ്മക്കുറിപ്പായ പുസ്തകത്തിൻ്റെ പേര് കാരണം നിയമപ്രശ്നത്തിലകപ്പെട്ട് നടി കരീന കപൂർ. നടി എഴുതിയ കരീന കപൂർ പ്രഗ്നൻസി ബൈബിൾ എന്ന പുസ്തകത്തിൻ്റെ പേരിലെ ബൈബിൾ എന്ന വാക്കാണ് ഇതിനു കാരണമായത്. പുസ്തകത്തിൻ്റെ പേരിനൊപ്പം ഈ വാക്ക് ഉപയോഗിച്ചത് മധ്യപ്രദേശ് ഹൈക്കോടതി കരീനയ്ക്ക് വക്കീൽ നോട്ടീസ് അയച്ചു. പുസ്തകത്തിൻ്റെ തലക്കെട്ടിൽ ബൈബിൾ എന്ന വാക്കുപയോഗിച്ചതിനെതിരെ ക്രിസ്റ്റഫർ ആന്റണി എന്ന ജബൽപൂർ സ്വദേശിയായ അഭിഭാഷകനാണ് കോടതിയെ സമീപിച്ചത്. തുടർന്നാണ് കരീനയ്ക്ക് കോടതി വക്കീൽ നോട്ടീസ് അയച്ചത്. താരത്തിനു പുസ്തകം വിൽക്കുന്നതിനുമെതിരെ കേസ് രജിസ്റ്റർ ചെയ്യണമെന്നാണ് അഭിഭാഷകൻ ആവശ്യപ്പെട്ടത്. പുസ്തകത്തിൻ്റെ വിൽപ്പന നിരോധിക്കണമെന്ന് ഹർജിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. തുടർന്ന് ജസ്റ്റിസ് ഗുർബാൽ സിംഗ് ആലുവാലിയുടെ സിംഗിൾ ജഡ്ജ് ബെഞ്ച് കരീനയ്ക്ക് നോട്ടീസ് അയക്കുകയായിരുന്നു. ബൈബിൾ എന്ന വാക്ക് പുസ്തകത്തിൻ്റെ തലക്കെട്ടിൽ എന്തിനുപയോഗിച്ചു എന്നതിൽ നടിയോട് നോട്ടീസിൽ മറുപടി ആവശ്യപ്പെട്ടിട്ടുണ്ട്. പുസ്തകത്തിൻ്റെ തലക്കെട്ടിൽ ബൈബിൾ എന്ന വാക്ക് ഉപയോഗിക്കുന്നത് ക്രിസ്ത്യൻ സമൂഹത്തിൻ്റെ വികാരത്തെ വ്രണപ്പെടുത്തുന്നതാണെന്ന് ഹർജിക്കാരൻ ആരോപിച്ചു. കരീന കപൂർ ഖാനിൻ്റെ ഗർഭധാരണത്തെ ബൈബിളുമായി താരതമ്യം ചെയ്തത് തെറ്റാണെന്നും അദ്ദേഹം പറഞ്ഞു. തൻ്റെ പുസ്തകത്തിന് വിലക്കുറഞ്ഞ പബ്ലിസിറ്റി നേടാനാണ് താരം ഈ വാക്ക് ഉപയോഗിച്ചതെന്നും ആന്റണി പറയുന്നു. കരീനയ്ക്കെതിരെ പ്രഥമ വിവര റിപ്പോർട്ട് തയ്യാറാക്കണമെന്നാവശ്യപ്പെട്ട് ആന്റണി ആദ്യം പോലീസിനെ സമീപിച്ചിരുന്നെങ്കിലും അവർ കേസെടുക്കാൻ തയ്യാറായില്ല. തുടർന്ന് ഇയാളെ കീഴ്ക്കോടതിയെ സമീപിക്കുകയും കരീനയ്ക്കെതിരെ ഹർജി നൽകുകയുമായിരുന്നു. എന്നാൽ ഈ പുസ്തകത്തിൻ്റെ തലക്കെട്ടിൽ ബൈബിൾ എന്ന വാക്ക് വന്നത് എങ്ങനെ കുറ്റകരമാകുമെന്ന് ചോദിച്ചുകൊണ്ട് കോടതി ഇത് തള്ളിയിരുന്നു. 2021 പ്രസിദ്ധീകരിച്ച പുസ്തകം നടിയുടെ ഗർഭകാല യാത്രയെക്കുറിച്ചാണ് വിവരിക്കുന്നത്. ലോകമെമ്പാടുമുള്ള ക്രിസ്തു മതത്തിൻ്റെ വിശുദ്ധ ഗ്രന്ഥമാണ് ബൈബിൾ. കരീന കപൂർ ഖാന്റെ ഗർഭധാരണത്തെ ബൈബിളുമായി താരതമ്യം ചെയ്തത് തെറ്റാണെന്നും അദ്ദേഹം പറയുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.